ഞങ്ങളുടെ ലവ് സ്റ്റോറി തുടങ്ങുന്നത് ഒരു ടിക്ടോക്കിൽ നിന്നാണ്. 2018, അതായത് ടിക്ടോക്ക് ബാൻ ചെയ്തതിന് തൊട്ട് മുന്നത്തെ വർഷം. ഞാൻ വെറുതെ ഇങ്ങനെ ടിക്ടോക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നേരെ പ്രൊഫൈലിൽ പോയി നോക്കി ഫോളോ ചെയ്തു. പിന്നെ എല്ലാം ചിടപടയെന്നായിരുന്നു. ഞങ്ങൾ റിലേഷനിലാവുന്നതും ഞങ്ങളുടെ കല്യാണം എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ട്. പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ടെന്നല്ല, പെട്ടെന്നായിരുന്നു എല്ലാം. കാരണം ഞങ്ങൾ 2018 റിലേഷനിലാവുന്നു, 2019 ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിയുന്നു, 2020 ഞങ്ങളുടെ കല്യാണം കഴിയുന്നു. ശരിക്കും ഞങ്ങൾക്ക് ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു മാട്രിമോണിയൽ സൈറ്റ് പോലെയായിരുന്നു. ഇപ്പതാ 4ാമത്തെ വർഷത്തിലെത്തി നിൽക്കുവാണ്. ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി വ്ലോഗ് ഞാൻ എന്തുകൊണ്ട് എടുക്കാന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഇച്ചിരി സ്പെഷ്യലാണ്. വേറൊന്നുമല്ല, ഞങ്ങളുടെ ഒരു ജൂനിയറും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞു വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പാരൻസ് ആയിട്ടുള്ള ആദ്യത്തെ ആനിവേഴ്സറി ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചത്. സോ വെൽക്കം ടു അവർ വെഡിങ് ആനിവേഴ്സറി വ്ലോഗ്. ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓർത്തു രാവിലെ തന്നെ സൺറൈസ് കാണാൻ ഇറങ്ങാണ്. സൺറൈസ് സാധാരണ ബീച്ചിൻ്റെ സൈഡിലൊക്കെയാണ് ഭംഗി കാണാൻ. പക്ഷെ ഞങ്ങൾ ഇവിടെ ബീച്ച് കണ്ട് മടുത്തതുകൊണ്ട് വിചാരിച്ച് വേറൊരു സ്ഥലം പിടിക്കാണ്. ഇത് ആക്ച്വലി എന്ത് സ്ഥലം എന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. ഒരു ഫിഷിംഗ് പോട്ടോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, സൺറൈസ് കാണാനും. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ നടക്കാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്, ജോഗിങ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ കുറേ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു എസ്തെറ്റിക് ആയിട്ടുണ്ട്. മെയിനായിട്ട് ഞങ്ങൾ വന്നത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ സൺറൈസിന്റെ സമയത്തല്ലേ ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ആ സമയത്ത് നല്ല അടിപൊളി കുറെ ഫോട്ടോസ് കിട്ടും. അങ്ങനെ ഫോട്ടോസ് കിട്ടുന്നുള്ള പ്രതീക്ഷയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. അങ്ങനെ ചെറിയ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ബീച്ചിലോട്ട് പോയി ഗൈസ്. വേറെ വഴിയില്ല, ഇവിടെ ബീച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ബീച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബീച്ചിൽ വന്നാൽ ഞാൻ എപ്പോഴും കുടിക്കുന്ന ഒരു സാധനമാണ് ഈ കശ്മീരി ടീ. ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രമല്ല, ഈ ബീച്ചിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ചായയും കുടിച്ച് ആ കാറ്റും കൊണ്ടിരിക്കാൻ ഭയങ്കര ഒരു വൈബാണ്. ആ വൈബ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ബീച്ചിൽ വന്നാൽ ഇങ്ങനെ എഴുതണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു വൈബ്. അപ്പോൾ ഇന്ന് ആനിവേഴ്സറി ആയതുകൊണ്ട് ആനിവേഴ്സറി വിഷ് എഴുതാമെന്ന് വിചാരിച്ച് എഴുതി. പക്ഷേ ഈ തിര വന്ന് അത് കളയും, അല്ല ഇത് മായ്ക്കും എന്ന് വിചാരിച്ചിരുന്നിട്ട് വെയിലടിച്ച് കരിഞ്ഞതല്ലാതെ തിരയൊന്നും വന്നില്ല കേസ്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇത് ഇവിടുത്തെ ഒരു മലയാളി ഹോട്ടലാട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല പുട്ടും കടലയൊക്കെ കഴിക്കാൻ ഓർത്തിട്ട് വന്നതാണ്. ഹോട്ടൽ കാണാൻ നല്ല രസമാട്ടോ. ഇതൊരു നല്ല കേരള തനിമയുള്ള ഒരു ഹോട്ടലാണ്. ഇതിൽ കുറെ പഴഞ്ചൊല്ലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചുമരയിൽ. അത് ഭയങ്കര വെറൈറ്റിയാണ്. ഇവരുടെ 2-3 ബ്രാഞ്ച് ഉണ്ട്. എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് ഇന്റീരിയർ. ഞാൻ വലിയ കാര്യത്തിൽ പുട്ടും കടലയും കഴിക്കാന്നുള്ള പ്രതീക്ഷയെ വന്നതാണ്. പക്ഷെ പുട്ടുണ്ടായിരുന്നില്ല കൈസ്. അതുകൊണ്ട് ഞാൻ അപ്പം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഏട്ടനെ എപ്പോൾ നോക്കിയാലും പൊറോട്ടയാണ്. അത് ഏട്ടൻ്റെ ഫസ്റ്റ് ചോയ്സ്. എവിടെ ചെന്നാലും പൊറോട്ടയാണ്. അതില്ലെങ്കിൽ മാത്രമേ വേറെ എന്തെങ്കിലും നോക്കുള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ഫുഡ് അടിക്കാൻ ഇറങ്ങി ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഈ തീറ്റ മാത്രമേ ഉള്ളൂ എന്ന്. എന്താണെന്നറിയില്ല, ഞങ്ങൾ ഒരു ബർത്ത്ഡേ വന്നാലോ അല്ലെങ്കിൽ ആനിവേഴ്സറി വരുമ്പോഴൊക്കെ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചാണ് ആഘോഷിക്കുന്നത്. പിന്നെ കൂടിപ്പോയാൽ ഒരു കേക്ക് കട്ട് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിരം ഡിഷ് എന്ന് പറഞ്ഞാൽ, സ്ഥിരം ഞാൻ ഓർഡർ ചെയ്യുന്നത് ബട്ടർ നാനും ബട്ടർ ചിക്കനുമാണ്. എന്താണെന്നറിയില്ല, വേറൊന്നും നോക്കത്തുപോലുമില്ല. ബട്ടർ നാനും ബട്ടർ ചിക്കനും കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഏട്ടൻ ആസ് യൂഷ്വൽ പൊറോട്ട അല്ലെങ്കിൽ നൂഡിൽസ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ട് നേരെ ബീച്ചിലോട്ട് വിട്ടു. ബീച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും വീട്ടിലിരുന്നല്ല കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ബീച്ചിൽ പോയി കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ കേക്ക് ഒരു മിനി കേക്കാണ് ഞങ്ങൾ മേടിച്ചത്. വലിയ കേക്കൊന്നും മേടിച്ചു, കാരണം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അതുകൊണ്ട് ചെറിയൊരു കേക്കൊക്കെ മേടിച്ച്
കട്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പുള്ളിക്കാരി എൻ്റെ വയറ്റിലായിരുന്നു. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പം പുള്ളിക്കാരി തോളത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് കുറച്ചു നേരം ബീച്ചിലൊക്കെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയി ഗൈസ്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി ആനിവേഴ്സറി വ്ളോഗ്. ശരിക്കും ഞങ്ങളുടെ ആനിവേഴ്സറി നവംബർ 30 അന്ന് എടുത്ത വ്ളോഗാണ്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പൊ മാർച്ചിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ ഉണ്ടാവല്ലോ, അയ്യോ അതാണ് റീസൺ ഞാൻ ഇത്രയും ഡിലേ ആവാനുള്ള. ഇനി കുഞ്ഞിന്റെ ചോറൂണിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. കുഞ്ഞിന് ഇപ്പൊ 9 മാസമായി ഗൈസ്. പക്ഷെ ഞാൻ വീഡിയോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.